ഏറ്റവും വലിയ ത്രില്ലറാണ് എനിക്ക് ഷോഷാങ്ക് റിഡംപ്ഷൻ. ആ പടം ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ ലൈഫ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുറേയൊക്കെ ഇങ്ങനെ താനെ ഉണ്ടായി വരുന്നത് കുറേ മാജിക് ഉണ്ട്. അന്ന് ഞാൻ ലോകത്തിനെ നോക്കി കാണുന്ന പെർസ്പെക്റ്റീവിലൊന്നുമല്ല ഇന്നിപ്പോൾ ലോകത്തെ നോക്കി കാണുന്നത്. കാരണം അന്നത്തെ പ്രിയോറിറ്റികൾ വേറെയായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് കളിക്കാൻ പോകണം, എന്നെ മറ്റിങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത്. പുള്ളി കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കൊരു നാഷണൽ അവാർഡ് ആക്ച്വലി 100 കൂടെ കിട്ടുന്നത്. 1 ചോദ്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചിട്ടുള്ള കുരുത്തക്കേടുകളൊന്നും ഇനി പറ്റില്ല. എനിക്ക് പക്ഷേ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അഭിനയത്തിന് പറ്റിയ ചെയ്ത് ഞാനൊരു മിസ്റ്റേക്കാണ്. ഞാൻ അഭിനയിക്കുന്നതായിട്ട് അഭിനയിക്കാൻ പയ്യെ പഠിച്ചു തുടങ്ങി. നാഷണൽ അവാർഡ് വെച്ച് വന്നേക്കണ ഒരു ആക്ടർ, ഇതെനിക്കൊരു പ്രശ്നമായിരുന്നു കുറേ കാലം. ഇപ്പോഴും പ്രശ്നം തന്നെ, ഇല്ലൊന്നും പറയണില്ല. അതൊരു അധിക ബാധ്യത നമുക്ക് തരുന്നുണ്ട്. പുള്ളി ഒരു സെക്കൻഡ് ഒന്ന് നോക്കി പ്രോസസ്സ് ചെയ്തിട്ട് ഇത്രയും വലുതായെന്ന് ചോദിച്ചതിനകത്ത് ലൈക്ക് ഞാനത് അത്രയും മേ ബി ഞാൻ അങ്ങനെ മൂമെന്റ്സിൽ നോക്കി കാണുന്നുണ്ടായിരിക്കും. എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. ചെറുപ്പത്തിലെ മമ്മൂക്കെ പോലെ ലെജൻഡോട് അഭിനയിച്ച് വലുതായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു, ഇത്രയും വലുതായോ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു 3 റോംകോം മൂവി സജസ്റ്റ് ചെയ്യണം ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. റോംകോം, 3 ത്രില്ലേഴ്സ്, 3 ഫാമിലി മൂവി. കോമഡി ഡ്രാമ ആയത് മതി. 3 റോംകോം അല്ലേ? അതാണ് കുറച്ച് എനിക്ക് പാട്. റോംകോം ഫാനല്ല, ഭയങ്കര റോംകോം ഫാൻ. ഞാൻ ഒരുപാട് അങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ജോണറാണ് റോംകോം. നമുക്ക് ത്രില്ലറിയും തുടങ്ങാം. ഇപ്പോൾ ലൈക്ക് ആൾക്കാർ കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ തന്നെ ആവാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ 3 ത്രില്ലർ മൂവീസ് അല്ലേ? ഒരു സെക്കൻഡ് ഒന്ന് ഞാൻ ഓഫ് കോഴ്സ് നമ്മൾ മറ്റേ മോളിൽ നിന്ന് വരുമ്പോൾ മറ്റേ ഷോഷാങ്ക് റിഡംപ്ഷൻ പോലെ കുറേ പടങ്ങൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട്. അതെല്ലാം കാണേണ്ടത് തന്നെയാണ് IMDbയിൽ. പക്ഷെ നിങ്ങളങ്ങനെ എളുപ്പത്തിൽ കണ്ടിട്ടില്ല സാധ്യതയില്ലാത്ത കുറച്ച് പടമാണെങ്കിൽ വേണ്ട, അതൊക്കെ തന്നെ മതി. എൻ്റെ ഏറ്റവും വലിയ ത്രില്ലറാണ് എനിക്ക് ഷോഷാങ്ക് റിഡംപ്ഷൻ. അത് വൈന്നോ ഞാൻ ലൈക്ക് ആ പടം ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ ലൈഫ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രൂക്സ് വാസ് ഹിയർ എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് എൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറഞ്ഞാൽ ലൈക്ക് ആ സിനിമ കണ്ടുവരുമ്പോഴേക്കും അതൊരു ഞാൻ എങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറയാം, അത് അങ്ങനത്തെ ഒരു ക്ലാസിക്കാണ്. ഇല്ല ലൈക്ക് ഞാൻ അത്ര വലിയ മറ്റെന്താ പറയുക ഇൻ്റലക്ച്വലായിട്ട് അനലൈസ് ചെയ്തൊന്നുമല്ല ആ പടത്തെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്നും കരുതണ്ട. ഷോഷാങ്ക് റിഡംപ്ഷനെ കുറിച്ച് പറയുമ്പോൾ ലൈക്ക് ആൾക്കാർ അതൊരു എന്താ പറയുക ലൈക്ക് അത്രയും പോപ്പുലറായിട്ട് പടം ഒരുപാട് പേര് കണ്ടിട്ടുള്ള പടം. എപ്പോഴും കാണാത്ത ആൾക്കാർ വിചാരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പടം. പക്ഷെ കാണാത്തവർ ആ പടത്തെക്കുറിച്ച് ഇപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഈ പടത്തെക്കുറിച്ച് വേറൊരു രീതിയിലും കൂടെ ആൾക്കാർ എപ്പോഴും ചിന്തിക്കും അത് അങ്ങനെ ഒരു ഇന്റലക്ച്വൽ പടം. പക്ഷെ അങ്ങനൊന്നും അല്ല, അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള അത്രയും സിമ്പിൾ. എങ്ങനെ ഒരു കഥ സിമ്പിളായിട്ട് പറയാൻ എളുപ്പമല്ല. നമുക്കത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി പറയാനൊക്കെ എളുപ്പമാണ്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ജോണറും കൂടെ ആകുമ്പോൾ. ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര യൂണിവേഴ്സലായിട്ടുള്ളൊരു വിഷ്വൽ ലാംഗ്വേജാണ് ആ പടത്തിനുള്ള. ലോകത്തിലെ ഏത് ഭാഷയിൽ നിന്നും എവിടെ നിന്നും ഏത് കൾച്ചറിൽ നിന്ന് വരുന്ന ഒരാൾക്കും റിലേറ്റബിൾ ആവുന്ന പോലത്തെ ഇമോഷൻസിനെ കുറിച്ചാണ് ആ സിനിമ സംസാരിക്കുന്നത്. ലൈക്ക് എനിക്ക് ആ സിനിമ ഭയങ്കര ഭീകര വർക്കാണ്. ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ആ പടമാണ്. നെക്സ്റ്റ് ഇനി അടുത്തൊരു ഫീൽ ഗുഡ് ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ് മൈ നെയ്ബർ ടോട്ടറോ എന്ന് പറയുന്ന മൂവി, മിയാസാക്കിയുടെ. അതെന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. എനിക്ക് ആനിമേറ്റഡ് മൂവീസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈക്ക് അനിമേഷൻ മൂവീസ് ഞാൻ എപ്പോഴും ആൾക്കാർക്ക് സജസ്റ്റും ചെയ്യാറുണ്ട്. മിക്കപ്പോഴും ഈ അനിമേഷൻ മൂവികളെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നത് അത് കാർട്ടൂണുകളാണ്, കേൾക്കുകളാണെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ അത് ഇമോഷൻ അല്ല. ലൈക്ക് നമുക്ക് ഇപ്പോൾ ഒരു സിനിമയിൽ കൂടി ഇപ്പോൾ മൈ നെയ്ബർ ടോട്ടറെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുവെ അല്ലാതെ ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു
ഇപ്പോൾ ഒരു അൾട്ടിമേറ്റ് ആർട്ടായിട്ട് ക്രാഫ്റ്റായിട്ട് നമ്മൾ സിനിമേനെ കാണുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു അനിമേഷൻ മൂവി ആയിരിക്കും എന്നാണ് എനിക്കെപ്പോഴും തോന്നുന്നത്. കാരണം ഇപ്പോൾ നമുക്കൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതൊന്നുമില്ല അവിടെ. അപ്പോൾ നമുക്ക് അല്ലാത്തപ്പോൾ പരിമിതിയുള്ള കാര്യങ്ങളെല്ലാത്തും ആൻഡ് ഇപ്പോൾ നമ്മളൊരു ക്യാമറ റോൾ ചെയ്ത് വെച്ചിട്ട് ആസ് എൻ ആക്ടർ നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കാറ്റൊക്കെ വന്ന് വീശുന്നിരിക്കും, ചിലപ്പോൾ ഒരു കരിയില പറന്ന് ഫ്രെയിമിലേക്ക് വീണെന്നിരിക്കും. എന്നുവെച്ചാൽ ആ ക്യാമറ അത്ര റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കൺട്രോളിന് പുറത്തും കുറേ കാര്യങ്ങൾ എപ്പോഴും ഒരു ഫ്രെയിമിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് അത് ചിലപ്പോൾ സിനിമേനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഇനി ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ വീണ്ടും റീടേക്ക് പോകും. നമുക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കും ഒരു ഫ്രെയിമിനകത്ത്. ഇപ്പോൾ ഞാനും ഇപ്പോൾ ആരെങ്കിലും ഒന്നിച്ച് അഭിനയിക്കുകയാണെങ്കിൽ അവരുടെ ഒരു നോട്ടം ചിലപ്പോൾ നമുക്ക് അവരുടെ പെർഫോമൻസ് ചില സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും പോവുക. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പെർഫോമൻസും ഡെവലപ്പ് ആകാൻ പോകുന്നത്. സോ ഈ ഒരു കൊടുക്കൽ വാങ്ങലും അതിനകത്തൊരു ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നൊരു രൂപപ്പെടലുണ്ടല്ലോ. ഇപ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്ന സമയം, പക്ഷേ ഒരു അനിമേഷൻ മൂവിയിലേക്ക് വരുമ്പോൾ ഒരു ഫ്രെയിമിലേക്ക് ഒരു കരിയില വന്ന് വീഴുന്നുണ്ടെങ്കിൽ ആ കരിയില അവിടെ വന്ന് വീഴണം എന്ന് ഒരാൾ മനസ്സിൽ കാണുന്നുകൊണ്ട് മാത്രം അവിടെ ഒരു കരിയില വന്ന് വീഴുന്നുള്ളൂ, ഒരു കാറ്റ് വീശുന്നുള്ളൂ, എല്ലാം അവിടെ സംഭവിക്കുന്നുള്ളൂ. എവ്രിതിങ് ഈസ് കാൽക്കുലേറ്റഡ്. സോ ഇപ്പോൾ ചത്താപ്പച്ചയുടെ കാര്യം തന്നെ എടുക്കാം. അതിനകത്ത് ഒരുപാട് എന്താ പറയുക, ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ആ സിനിമയിൽ. ഇപ്പോൾ ലൈക്ക് പെർഫോമൻസിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവർക്ക് പറ്റുന്ന ഇഞ്ചുറികളുണ്ട്. അതും കഴിഞ്ഞിട്ട് ഇവർ നടത്തുന്ന കുറേ പെർഫോമൻസുകളുണ്ട്. 10-30 ടേക്കുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും പാട് പിടിച്ചൊരു ടേക്ക് വരുന്നു. ഇപ്പോൾ ഒരു റോപ്പിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ അർജുൻ ഇങ്ങനെ വീഴുന്നൊരു സാധനം എടുക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് ഈ 30 ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാന്ന് വെച്ചാൽ അത് ഉറപ്പുള്ള കാര്യമാണ് നമുക്ക്. പക്ഷെ ആ ഒരു ടേക്ക് അർജുനും വയ്യ. കാരണം അത്രയും ബോഡി ടയേർഡാണ്, അത്രയും ബോഡി ടയേർഡുമാണ്, അത്രയും പെയിൻഫുള്ളായിട്ടാണ് പുള്ളിക്കാരൻ്റെ അപ്പോൾ ഐസൊക്കെ വെച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടേക്ക് ഇപ്പോൾ അർജുൻ തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റുമാരിലൊരു ചേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, ഈ ടേക്ക് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആട്ടോ എന്ന് പറഞ്ഞു. അർജുൻ തന്നെ അവന് പോയേട്ടോ എന്ന് തോന്നുന്നു. എന്നിട്ട് അടുത്ത ഫസ്റ്റ് ടേക്കിൽ അത് ഓക്കെ ആവുന്നു. അത് അങ്ങനത്തെ ഒരു ടേക്കുമാണത്. ലൈക്ക് കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ റോപ്പിൻ്റെ ടൈമിങ് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ ബെഡിലേക്ക് കറക്റ്റ് വന്ന് ഇടിച്ച് വീഴുന്നു. അപ്പം അത് 2-3 ടേക്ക് പോയി കഴിഞ്ഞാൽ ആൾ മരിക്കും. അതുപോലത്തെ സീനാണ്. അപ്പോൾ ലൈക്ക് മരിക്കുന്ന സെൻസ് അത്രയും വയ്യണ്ടായിപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുറേയൊക്കെ ഇങ്ങനെ താനെ ഉണ്ടായി വരുന്ന കുറേ മാജിക് ഉണ്ട്, കുറേ അത്ഭുതങ്ങൾ എപ്പോഴും സംഭവിക്കും. ഞാൻ പറഞ്ഞു അനിമേഷൻ മൂവിയിൽ ഇതൊന്നുമില്ല. അവിടെ എല്ലാം ഒരു ആർട്ടിസ്റ്റ് ഇമാജിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അനിമേഷൻ മൂവീസ് എല്ലാം ആൾക്കാർ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി കാണുന്നത് ഭയങ്കര നല്ലതായിരിക്കും എനിക്ക് തോന്നാറുണ്ട്. അതിലൊന്നാണ് മൈ നെയ്ബർ ടോട്ടറോ. മിയാസാക്കിയുടെ എല്ലാ മൂവീസും ഞാൻ വണ്ണായിട്ട് സജസ്റ്റ് ചെയ്യണേ. പിന്നെ ഗുഡ് വിൽ ഹണ്ടിങ് എന്ന് പറയുന്നൊരു മൂവിയുണ്ട്, എൻ്റെ ഫേവറേറ്റ് ആണ്. ഗുഡ് വിൽ ഹണ്ടിങ് എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് മൂവീസിലൊന്നാണ്. എൻ്റെ ഏറ്റവും മോശം ദിവസങ്ങളിൽ ഞാൻ കാണാൻ ചൂസ് ചെയ്യുന്ന പടങ്ങളൊന്നായിരിക്കും. പിന്നെ പെർഫെക്റ്റ് ഡേയ്സ്, അതൊരു അടിപൊളി പടമാണ്. ജാപ്പനീസ് മൂവിയാണ്. ഞാൻ ഒന്നും പറയണില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം. പെർഫെക്റ്റ് ഡേയ്സ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ബ്യൂട്ടിഫുള്ളാണ് ആ മൂവി. പെർഫോമൻസ് നമ്മൾ ഉള്ളു നിറഞ്ഞിട്ടേ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാണ്ട് ഉള്ളു നിറഞ്ഞിട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുക്കിയിട്ടുള്ളൊരു പടമാണ് എനിക്ക്. അത് ഭയങ്കര ആ സിനിമ ഭയങ്കര ലാഗാണ്, അത് ഭയങ്കര സ്ലോ ആണ്. നമ്മളീ പറയുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സിനിമയായിരിക്കും. കാരണം ഈ പടം ഈസ് അബൌട്ട് ലാഗ്. അതൊരു ലാഗ് പടമാണ്. പക്ഷേ അത് ആ പടത്തിലേക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പതുക്കെ അയാൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വളരെ പതുക്കെയാണ് ഫ്രെയിമിൽ ആക്ടിവിറ്റിയൊക്കെ നടക്കുന്നത്. കുറേ മിണ്ടാത്ത കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സിനിമയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ബോറടിക്കുമെന്ന് വിചാരിക്കുന്നവരായിരിക്കും ഈ സിനിമയെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഭംഗിയുള്ള പടം,
ത്രില്ലറാണ്. ത്രില്ലർ റോംകോമാണ് സീന്. ത്രില്ലർ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ഭയങ്കര ഭീകര പടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഷോഷാങ്ക് റിഡംപ്ഷൻ പോലൊരു ഒരു പോപ്പുലർ പടം ഞാൻ പറഞ്ഞു. എന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ത്രില്ലിംഗ് ആക്കി നിർത്തിയിട്ടുള്ള 2 സിനിമകൾ ഞാൻ പറയാം. ഒന്ന് എക്സാം എന്ന് പറയുന്നൊരു പടമാണ്. എക്സാം ഏത് വർഷമായിരുന്നു നോക്കട്ടെ, 2009 മൂവിയാണ്. അതൊരു നെറ്റ്ഫ്ലിക്സിലോ മറ്റോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ പണ്ട് കണ്ടതാണ്. അപ്പോൾ അതെനിക്ക് ഒരു ഫ്രണ്ട് ഈ പറയുന്ന പോലെ കുറേ സിനിമകളുടെ കളക്ഷൻ എനിക്ക് തന്നപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. ഇത് അത്ര പോപ്പുലറായിട്ടുള്ളൊരു മൂവി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരും അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചൊന്നും കേട്ടിട്ടില്ല. ഒരുപാട് ക്രൈം ത്രില്ലറുകളൊക്കെ ഉള്ള കുറേ സിനിമകളുടെ ഗ്രൂപ്പിൽ ചെയ്തിരുന്നത്. അതിനകത്ത് അങ്ങനെ ഒരു ക്രൈമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ത്രില്ലിങ്ങാണ്. ഭയങ്കര ത്രില്ലിങ്ങാണ്. കുറച്ച് പേര് ഒരു എക്സാമിന് വന്ന് ഒരു അടച്ചിട്ട് റൂമിലേക്ക് വരികയാണ്. ഇവർ പല രാജ്യത്തു നിന്നുള്ളവരുണ്ട്. എന്തോ ഒരു ഹയ്യർ പൊസിഷനിലേക്കുള്ള ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമാണ് നടക്കുന്നത്. എന്നുവെച്ചാൽ ഇവരെല്ലാവരും ഇതിനെ നോക്കിക്കാണുന്നതിൻ്റെ സീരിയസ്നെസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എന്തോ ഒരു സംതിങ്. കാരണം നമുക്ക് അറിയാത്ത എന്തോ ഒരു പ്രൊഫഷൻ എന്തിനേക്കോ ഉള്ളൊരു എക്സാമാണ്. എല്ലാവർക്കും അത് വേണം. അത് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, പ്രായമുള്ള ഒരാളുണ്ട്, അങ്ങനെ പല കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഒരേപോലെ ഇങ്ങനെയാണ്. ആ റൂമിൽ എൻ്റർ ചെയ്യുമ്പോൾ മുതൽ റൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓരോരോ സ്ഥലത്ത് പോയിരിക്കുന്നു. ഒരു വെള്ള ടേബിളുണ്ട്, ഒരു പേപ്പറുണ്ട്, ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട് അവിടെ, ഒരു ഇൻവിജിലേറ്റർ ഉണ്ട്. ഇൻവിജിലേറ്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ പേപ്പർ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആവും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ആൻസർ കണ്ടുപിടിക്കലാണ് ആ മുഴുവൻ സിനിമ. ഒരു റൂമിൽ കുറേ പേരുന്ന് ആലോചിക്കുന്നത്, ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നുന്നവർക്ക് ഈ പടം കണ്ടു നോക്കാവുന്നതാണ്. കിട്ടിലുമാണ്. ഞാൻ കുറേ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കണ്ടൊരു സിനിമയാണ്. അടിപൊളി പടം എക്സാം. അതെന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. നമ്മളും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സിലായിരിക്കും ആ സിനിമയിൽ മൊത്തത്തിൽ. സോ ഒരു സെക്കൻഡ് നമ്മൾ സിനിമയ്ക്ക് പുറത്തേക്ക് പോകില്ല, അത്ര എൻഗേജിങ് ആയിട്ടുള്ള പടമാണ് എക്സാം. പിന്നെ ക്രൈം ത്രില്ലർ നോക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൊറിയൻ കുറേ മൂവികളുണ്ട് എനിക്കിഷ്ടമുള്ളത്. പക്ഷേ എനിക്കതിനൊന്നും ഒരെണ്ണം പിക്ക് ചെയ്യാനൊക്കെ പാടാ പ്രശ്നം. പിന്നെ കോൾ എന്ന് പറയുന്നൊരു പടമുണ്ട്, അതും നല്ലൊരു ത്രില്ലർ മൂവിയാണ്. ഇപ്പോൾ രാക്ഷസനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരില്ലേ, എന്നെ രാക്ഷസൻ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ട പടമാണ് ആ സമയത്ത്, ഇറങ്ങിയ സമയത്ത്. പക്ഷേ രാക്ഷസൻ ഞാൻ കാണുമ്പോൾ എന്നെ അത് എല്ലാവരും ഹിറ്റ് ചെയ്ത് അത്രയും ശക്തിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതിനൊന്നാമത്തെ കാരണം ഞാൻ അതിന് കുറച്ച് മുമ്പാണ് ഈ കോൾ സിനിമ കാണുന്നത്. അതൊരു സീൻ പടമാണ്. ഒരു സീരിയൽ കില്ലറിൻ്റെ ദ കോൾ എന്താണ്, ഒരു ലേഡിയാണ് അതിനകത്തെ മെയിൻ ക്യാരക്ടർ. ഒരു കോൾ സെൻ്ററാണ്, മറ്റേ 911 വിളിക്കുന്ന പോലത്തൊരു. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഒരാളെ കിഡ്നാപ്പ് ചെയ്തെന്തോ സംതിങ് കൊണ്ടുപോകുന്നതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ഒരു പരിപാടിയാണ്, ഒരു ദിവസം നടക്കുന്ന പരിപാടിയാണ്. 3 പടമായില്ലേ, ഫീൽ ഗുഡുമായി, ഇതുമായി. റോംകോം നമുക്ക് വിടാം. നല്ല പടമൊന്നും ചിലപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാണ്ടാവില്ല. കുറച്ച് നേരം ഇഞ്ചലക്ഷൻ ഓണാവോ, നമ്മുടെ സിനിമയിലോട്ട് പോകും, അല്ലാണ്ട് വേറെ എങ്ങോട്ടൊക്കെ പോയതുപോലെ അല്ലേ. സോ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. 101 ചോദ്യങ്ങളിൽ നമുക്കറിയാം നാഷണൽ അവാർഡ് കിട്ടി കുഞ്ഞിലെ, വളരെ കുഞ്ഞിലെ, എന്നിട്ടിപ്പം ചത്താപ്പച്ച വരെ വന്ന് നിൽക്കുവാണ്. ഈ ഒരു ഗ്യാപ്പിൽ വന്നൊരു ചേഞ്ച് എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ഒരു ചേഞ്ച് വന്നില്ല, പിന്നെ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവും. ചേഞ്ചുകളെ ഉണ്ടായിട്ടുള്ളൂ, ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലൈഫ് ഒരുപാട് മാറി മറിഞ്ഞു. അന്ന് ഞാൻ ലോകത്തിനെ നോക്കി കാണുന്ന പെർസ്പെക്റ്റീവിലൊന്നുമല്ല ഇന്നിപ്പോൾ ലോകത്തെ നോക്കി കാണുന്നത്. അന്ന് ഞാൻ കുട്ടിയായിരുന്നു, എനിക്ക് 11 വയസ്സേ ഉള്ളൂ. ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് 11-12 വയസ്സല്ല സിനിമ ചെയ്യുമ്പോൾ.
ഞാനിപ്പോൾ വേദികയിലൊക്കെ കാണുമ്പോൾ ഞാനതാണ് എപ്പോഴും ഓർക്കുന്നത്. വേദിക ആ ചെറിയ പ്രായത്തിൽ തന്നെ കാണിക്കുന്നൊരു പ്രൊഫഷണലിസം ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒട്ടും കുഞ്ഞിലെന്നല്ല, കരിയറിൻ്റെ ഈ ഒരു പോയിന്റ് എത്തി നിൽക്കുമ്പോൾ പോലും ഞാൻ എത്രത്തോളം പ്രൊഫഷണൽ ആണെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, കൂടുതൽ ബെറ്റർ പ്രൊഫഷണൽ ആവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ലൈക്ക് 101 ചോദ്യങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു താല്പര്യം ഇല്ലാണ്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് ചെയ്തില്ല. കാരണം അന്നത്തെ പ്രിയോറിറ്റികൾ വേറെ ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് കളിക്കാൻ പോകണം, എന്നെ മറ്റിങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് പോവുക, അപ്പുറത്തെ പിള്ളേരോട് കളിക്കാൻ പോകുക, അങ്ങനെയൊക്കെയുള്ള മൈൻഡിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥേട്ടൻ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു അറ്റൻഷൻ കൊടുക്കുന്നില്ല. പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു നിൽക്കുന്നത്. എന്നിട്ട് ഷോട്ട് ഓക്കെ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ പോകും. അപ്പോൾ ഇത് എപ്പോഴും റിപ്പീറ്റഡായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു സംഭവം. എന്ന് വെച്ചാൽ അങ്ങനെ കുറേ പുള്ളി കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കൊരു നാഷണൽ അവാർഡ് ആക്ച്വലി 101 കൂടെ കിട്ടുന്നത്. പിന്നെ മുന്നറിയിപ്പ് ചെയ്യുന്നുണ്ട്. മുന്നറിയിപ്പിൽ എത്തുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പ്രൊഫഷണൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളെന്നുള്ള നിലയിൽ ആ ഒരു 2-3-4 മാസം കൊണ്ട് എപ്പോഴും മറ്റെന്താ പറയുക, TV ചാനലുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇന്ത്യയിലെ തന്നെ മികച്ചൊരു നടന്മാരുടെ ഒരാളുടെ കൂട്ടത്തിലേക്കാണ് വരുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കുന്നു. അപ്പോൾ അടുത്ത പടത്തിലേക്ക് കാസ്റ്റഡ് ആവുന്നു. 101 ചോദ്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചിട്ടുള്ള കുരുത്തക്കേടുകളൊന്നും ഇനി പറ്റില്ല. അവിടെ മാത്രമല്ല, അയാളോട് വാങ്ങിച്ച ഒരാൾക്ക് അങ്ങനെ ചുമ്മാ അഭിനയിക്കാൻ പറ്റും. അയാൾ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കണ്ടേ. അപ്പോൾ അന്ന് മുതൽ ഞാൻ മറ്റേ 101 മുന്നറിയിപ്പ് ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് ശരിക്കും അഭിനയിക്കാൻ അറിയില്ല. എനിക്ക് പക്ഷേ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അപ്പോൾ അത് ഞാൻ റിയലൈസ് ചെയ്തു. അത് ഞാൻ അപ്പം തന്നെ റിയലൈസ് ചെയ്തു. കാരണം എൻ്റെ എന്തോ ഒരു സെൻസ് ഉണ്ട്. ഇപ്പോൾ കരയാൻ പറഞ്ഞാൽ കരയുക, ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കുക, കഥാപാത്രം ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംപ്ലി നമ്മൾ കാണിക്കാൻ ശ്രമിക്കുക. ഞാനതുവരെ ചെയ്തിട്ടുള്ളൂ 101 അപ്പോൾ മുന്നറിയിപ്പിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്കൊരു സാധനം പറഞ്ഞിരുന്നു, എന്നിട്ടത് വർക്ക് ചെയ്തിട്ട് അഭിനയിക്കേണ്ടിരുന്നു. അത് മമ്മൂക്കയാണ് അവിടെ ഓപ്പോസിറ്റ് ഉള്ളത്. അതും കുറേ അധികം സീനുകളും ഉണ്ട്, വളരെ നീണ്ട ഡയലോഗുകളും കോൺവെർസേഷൻസുമാണ് ഈ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ളതും. അപ്പോൾ ചെന്ന് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ അഭിനയ ജേണിയിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഞാൻ കാണിച്ചൊരു മിസ്റ്റേക്കും അന്ന് ആ ഒരു സമയം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അഭിനയത്തിന് ചെയ്ത് ഞാനൊരു മിസ്റ്റേക്കാണ്. ഞാൻ അഭിനയിക്കുന്നതായിട്ട് അഭിനയിക്കാൻ പയ്യെ പഠിച്ചു തുടങ്ങി. കാരണം 1-2 പടം എത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പയ്യെ എങ്ങനെയാണ് ഈ ഒരു ഷോട്ടിനെ ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പഠിച്ചു. സോ എങ്ങനെയാണ് ക്യാമറയുടെ മുന്നിൽ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാമറ മുന്നിൽ അഭിനയിക്കുന്നത് പോലെ അഭിനയിക്കുക. അത് ജെനുവിനിറ്റിയുടെ പ്രശ്നമാണ് ആക്ച്വലി അവിടെ ഉണ്ടാവാൻ തുടങ്ങുന്നത്. ആക്ച്വലി ഞാൻ ജെനുവിനായിട്ട് അങ്ങനെ ഇമോഷൻസിനെ ക്യാരി ചെയ്തിട്ടൊന്നുമല്ല പലപ്പോഴും അഭിനയിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് കുറേ പടങ്ങളിൽ ഇത് ഞാൻ റിപ്പീറ്റഡ്ലി ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഞാൻ കാണിക്കുന്നിടത്തൊരു ഉടായിപ്പൊട്ട് അഭിനയത്തിൽ. പിന്നെ അഭിനയമേ ഉടായിപ്പാണെന്നുള്ളത് വെച്ചിട്ട് ഞാനിതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കറിയാമായിരുന്നു അത് ശരിയല്ലെന്നുള്ളത്. ആൻഡ് അത് ബ്രേക്ക് ചെയ്യാനാണ് പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശ്രമിക്കാൻ തുടങ്ങിയത്. കുറേ തിയേറ്റർ പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സിനിമയിൽ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ഇൻവോൾവ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, കഥാപാത്രത്തിലൊക്കെ. ആൻഡ് ശതാബ് ബച്ചനിലേക്ക് എത്തുമ്പോഴേക്കും